അങ്ങനെ നമ്മൾ സരോജിനി മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. സോ ഇതാണ് ഞാനിരുന്ന ഡ്രസ്സ്. ഈ ചൂടത്ത് നമ്മളെങ്ങനെ സരോജിനി മാർക്കറ്റിൽ പോകും? നാളെ മോർണിംഗ് ആണ് നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം പോയിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളും ഗ്ലൗസ്, ജാക്കറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എന്തായാലും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ സരോജിനി മാർക്കറ്റിൽ പോയി മേടിക്കാമെന്നാണ് വിചാരിക്കണത്. പക്ഷെ പുറത്ത് ഭയങ്കര ചൂട്. ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3-4 പ്രാവശ്യം ഡൽഹിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ സരോജിനി മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹൽദിറാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് വെച്ചേക്കുന്ന ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ അധികം റിസ്ക് എടുക്കാറില്ല. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡിയാണ്. ഞാൻ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ ഓരോ സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഫുഡ് കഴിക്കാറുണ്ടെങ്കിലും ഇതുവരെ എനിക്ക് പണിയൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഇന്ന് നമ്മൾ 5 ഡേയ്സ് ഐറ്റ്നറിൽ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നാളെ കാശ്മീർ പോകണം. അപ്പോൾ അത് വന്നിട്ട് ഫുഡ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ നോക്കിയിട്ടാണ് ഇവിടെ വന്നിട്ട് ദോശ കഴിക്കുന്നത്. ഓൾറെഡി എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മളിവിടെ വന്ന് കഴിച്ചാണേ. മോസ്റ്റ് ഓഫ് ദി ഗേൾസിൻ്റെയും ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളൊരു സ്ഥലമായിരിക്കും ഈ സരോജിനി മാർക്കറ്റ്. അത് ഞങ്ങളുടെ ആ ഒരു ടൈമിൽ +1 +2 കുറേ യൂട്യൂബ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് ഇവിടെ വരണമെന്ന് നല്ല ആഗ്രഹമുണ്ടായി. 2-3 ടൈംസ് ഞാൻ വന്നിട്ടുണ്ട് ഡൽഹിയിൽ. പക്ഷേ ഇതുവരെയായിട്ടും ഇവിടെ വരാൻ വേണ്ടി പറ്റില്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഭയങ്കര ചൂടും റഷൊക്കെ ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ എനിക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നാളെ ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. അപ്പോൾ കുറച്ച് നേരമെങ്കിലും ഒന്ന് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് നേരത്തെ തന്നെ ഇറങ്ങിയത്. 3 മണിക്ക് എത്തി എയർപോർട്ടിൽ ഇരിക്കുകയാണ്. പക്ഷെ 4 മണിക്കാണ് എന്നെ ഒരു അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ ശ്രീനഗറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡൽഹി എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. രാവിലെ തന്നെ അത്യാവശ്യം നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു പ്രോട്ടീൻ ബാറൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് കാണാം. നമ്മുടെ ലൈഫിലെ നമ്മൾ കുറേ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് നടക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അന്ന് ഖത്തറിൽ പോയ സമയത്തും എനിക്ക് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ചെയ്യുക, അതിൻ്റെ ഉപരി നമ്മളായിട്ട് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇടുന്ന എഫേർട്ട് അതൊരു ദിവസം വന്നിട്ട് നമുക്കൊരു സന്തോഷം തരില്ലേ, അത് ഭയങ്കര രസമാണ് കേട്ടോ. ഹോട്ടലിലോട്ട് പോണേക്കാളും മുമ്പ് നമ്മൾ ഓരോ സ്ഥലങ്ങളെ കണ്ടാണ് പോണത്. ആദ്യം നമ്മൾ ക്ലോക്ക് ടവർ കണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മോസ്കിലോട്ടാണ് പോയത്. ആ മോസ്കിൻ്റെ സ്ട്രീറ്റ് ഫുള്ള് ഫുഡ് സ്ട്രീറ്റ് ആണ്. അവിടെ വന്നിട്ട് നമ്മുടെ ലോട്ടസിൻ്റെ സ്റ്റെമ്മില്ലേ അത് ഫ്രൈ ചെയ്തത്, പിന്നെ അവിടുത്തെ റൊട്ടി, ആ റൊട്ടിയും ഹൽവയും കൂടിയാണ് കോമ്പിനേഷൻ. കുറച്ച് കേൾക്കാൻ വേർഡായിട്ടുണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഈ ഒരു റൊട്ടി എന്ത് വലുതാണല്ലേ, ഒരാൾക്ക് വേണമെങ്കിൽ ഒരു സൈഡിലിരുന്ന് കയറിയിരുന്ന് കഴിക്കാം. അങ്ങനെ നമ്മൾ അവിടെ മോസ്കിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ്. അതുണ്ടല്ലോ, ഈ ഒരു കാശ്മീർ സീരീസിൽ മാക്സിമം എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം തന്നെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല, ഞാൻ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കി വെച്ചിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻസും നിങ്ങൾ ഓരോ ദിവസം എവിടെയൊക്കെ പോകണമെന്നും എല്ലാ ഐറ്റിനറിയും മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ വീഡിയോസിൽ കൂടി ഞാൻ ഷെയർ ചെയ്യാം. അത് മാത്രമല്ല, നമ്മുടെ ഗൈഡ് വന്നിട്ട് കുറച്ച് കമ്മീഷൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഷോപ്സിലാണ് നമ്മളെ കൊണ്ടുപോയത്. നിങ്ങൾ മാക്സിമം ലോക്കൽ ഫുഡ് സ്ട്രീറ്റിൽ പോയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ കാശ്മീരിയുടെ വസ്വാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ഈ ഒരു ഷോപ്പിനേക്കാളും കുറച്ചും കൂടി നമ്മൾ 4th ഡേ പോയ ഷോപ്പിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ വെച്ച് നോക്കുന്ന സമയത്ത് പ്രൈസിൻ്റെ രീതിയിലും കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ ഗൈഡ് കൊണ്ടുപോയതായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തു. പക്ഷേ ടേസ്റ്റ് വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും കുറച്ചുകൂടി ലോക്കൽ പോയി കഴിച്ചപ്പോൾ നല്ലതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഹോട്ടൽ ബുക്ക് ചെയ്തത് ദാൽ ലേക്കിൻ്റെ അടുത്താണ്. അതുകൊണ്ട് എയർപോർട്ട് ടു ദാൽ ലേക്കിലെ ഡിസ്റ്റൻസിൽ മാക്സിമം ഓരോ സ്പോട്ടും കവർ ചെയ്തിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്തോട്ട് വന്നത്. അപ്പോൾ അത്രയും ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ലോക്ക് ടവറും അതുപോലെ തന്നെ നമ്മൾ ഗാർഡൻസ് 2 കവർ ചെയ്തായിരുന്നു. പിന്നെ ഒരു മോസ്കും കൂടി കവർ ചെയ്തിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഷിക്കാര റൈഡ് പ്ലാൻ ചെയ്തത്. അത് മാത്രമല്ല, ഷിക്കാര റൈഡിൽ കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യണം.
ഓരോരോ സ്ഥലത്ത് ഒരു ഹെഡ് ഉണ്ടാവും, അവർ പറയുന്നതായിരിക്കും ആ ഒരു സ്ഥലത്തെ റേറ്റ്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി നടക്കുവാണെങ്കിൽ നമുക്ക് കുറേ ലോക്കൽ ഷിക്കാര റൈഡ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. 2000 പോയ ആൾക്കാരുണ്ട്, 3000 5000 പോയ ആൾക്കാരുണ്ട്, അതുമാത്രമല്ല 1500 ഷിക്കാര റൈഡ് ചെയ്ത ആൾക്കാരും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കണം. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റും അതുപോലെ തന്നെ ഓപ്പൺ ദാറിലേക്കും മാത്രം കവർ ചെയ്തിട്ട് ഒരു ഷിക്കാര റൈഡ് എടുക്കാം. പക്ഷേ ഞാൻ വന്നിട്ട് എനിക്ക് ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. മോസ്റ്റ്ലി ആരും തന്നെ അങ്ങോട്ടേക്ക് പോകില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ആളെ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയി അവിടുത്തെ കാര്യങ്ങൾ, കൃഷി സ്ഥലങ്ങളും അതുപോലെ തന്നെ അവരുടെ വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതാണ് ഓപ്റ്റ് ചെയ്തിരുന്നത്. അതിന് നമ്മൾ എക്സ്ട്രാ ഒരു 1500 കൊടുക്കേണ്ടി വന്നു. പക്ഷെ അത് വെർത്തായിരുന്നു. അവിടുത്തെ ലോക്കൽ ലൈഫൊക്കെ നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അവർ മീൻ പിടിക്കുന്നതും അതുപോലെ തന്നെ അവർ കൃഷി ചെയ്യുന്നതും അവർ നമുക്കിങ്ങനെ ഹായൊക്കെ തരും കേട്ടോ. അവർ കൂടുതലും ലോട്ടസ് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ ഫുള്ള് ലോട്ടസിൻ്റെ പാടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അങ്ങനെ ആ ഒരു ഫുൾ കാഴ്ച കണ്ടിട്ടാണ് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുക. പിന്നെ അവിടെ ഫുൾ ഷോപ്സാണ്. അങ്ങനെ നമ്മളവിടുന്ന് കാവ, മാഗി, പിന്നെ ഷിക്കാര റൈഡ് ചെയ്യുന്നത്, കബാബൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ഐറ്റിനറിയിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.